അങ്ങേ മറക്കാൻ കഴിയുമോ? അങ്ങേ പിരിയാൻ കഴിയുമോ? അങ്ങേ മറക്കാൻ കഴിയുമോ? അങ്ങേ പിരിയാൻ കഴിയുമോ? യേശുവേ എന്നേശുവേ 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 യേശുവേ എന്നേശുവേ 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 യേശുവേ എന്നേശുവേ 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 യേശുവേ എന്നേശുവേ എന്നേശുവേ എന്നേശുവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് തരുന്ന വചനം സങ്കീർത്തനങ്ങൾ 2 അതിൻ്റെ 12ാമത്തെ വാക്യമാണ്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുവാൻ പുത്രനെ ചുംബിക്കുവിൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ശ്രദ്ധിച്ചോ, വചനം കേട്ടോ. നശിച്ചു പോവാതിരിക്കാൻ ഒരു വഴി പറഞ്ഞു തരിക. എന്താ വഴി? വലിയ വഴിയൊന്നുമല്ല. യേശുവേ എന്ന് ചുംബിച്ചാൽ മതി. ആമേൻ. യേശുവേ സ്നേഹിച്ചാൽ മതി. ഹല്ലേലൂയ. അങ്ങനെ ചെയ്താൽ എന്താണ് അതിൻ്റെ റിസൾട്ട്? നിങ്ങൾ വഴിയിൽ നശിക്കത്തില്ല. ഈ വഴി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളൊരു സ്ഥലത്തേക്കുള്ള യാത്രയാണ്, എവിടേക്കോ ഉള്ള യാത്ര. അതിൻ്റെ ഇടവഴിയിൽ നിങ്ങൾ തീരത്തില്ല. സ്തോത്രം. നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുണ്ടോ അതിൻ്റെ ലക്ഷ്യത്തെത്തുകയും അതിൻ്റെ പൂർണ്ണതയിൽ നിങ്ങൾ എത്തുകയും ചെയ്യും. ആമേൻ. യേശു കർത്താവ് ഒരിക്കൽ തൻ്റെ അടുക്കൽ വന്ന പുരുഷാരത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെ വിട്ടാൽ അവർ വഴിയിൽ നശിച്ചു പോകും. അപ്പം കർത്താവിൻ്റെ കൺസേൺ കണ്ടോ? വഴിയിൽ വെച്ച് നശിക്കരുത്. അതിനെന്ത് ചെയ്യും? അവൻ നമുക്ക് ആഹാരം തരും. അതിൻ്റെ ആ ആഹാരമാണ് ഈ ദൈവവചനം. സ്തോത്രം. നമ്മളെന്താ ചെയ്യണ്ടേ? അവനെ ചുംബിക്കുക. സ്തോത്രം. യേശുവിനെ ആഴത്തിൽ സ്നേഹിക്കുക. അവൻ്റെ പാദത്തെ മുത്തം ചെയ്യുക. ആ പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ പാദത്തെ ചുംബിക്കുമ്പോൾ അവളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കുക. അവൾ നീതീകരിക്കപ്പെടുകയാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾ ഇന്ന് ഈ പ്രഭാതത്തിൽ പറയുന്നു, വഴിയിൽ വെച്ച് നശിക്കത്തില്ല കേട്ടോ. നിങ്ങൾ എന്തിനാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അത് പൂർത്തീകരിച്ചു വരാൻ ദൈവം സഹായിക്കും. നിങ്ങളുടെ ഈ യാത്ര സഫലമാവും, സക്സസ് ആവും. ഒരു കാര്യം ചെയ്യുക, എപ്പോഴും കർത്താവിനെ ചുംബിക്കുക. ജീവിതത്തിൽ വന്ന ചില പാളിച്ചകൾ നിമിത്തമൊക്കെ ദൈവത്തിൻ്റെ കോപം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അവനെ ചുംബിച്ചാൽ ആ കോപം ക്ഷണം നേരത്തേക്കാവും. ദൈവത്തിൻ്റെ കോപത്തിൻ്റെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും അളവ് തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. കോപം ക്ഷണം നേരത്തേക്കും അവൻ്റെ പ്രസാദം ജീവ അവസാനത്തോളമുണ്ട്. അവൻ്റെ സ്നേഹം 1000 തലമുറയോളം നിൽക്കും. അതെ, നീണ്ടു നിൽക്കുന്ന ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾ വഴിയിൽ വെച്ച് തകരത്തില്ല. നിങ്ങൾ ലക്ഷ്യത്തിലെത്തും. ഇത് നിങ്ങൾ വിശ്വസിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവ്, ഇന്ന് രാവിലെ കാലം അങ്ങ് ഞങ്ങൾക്ക് കേൾപ്പിച്ച നല്ല വാഗ്ദത്തത്തിനായി ഞങ്ങൾ നന്ദി പറയും. കർത്താവേ, ഞങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പാദങ്ങളെ ഞങ്ങൾ ചുംബിക്കുകയാണ്. ആ ക്രൂശിലെ സ്നേഹത്തെ ഞങ്ങൾ ചുംബിക്കുകയാണ്. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങേ ഞങ്ങൾ ചുംബിച്ച് കർത്താവേ വഴിയിൽ നശിക്കാതെ വണ്ണം, ഞങ്ങളുടെ കാലുകൾ ഇടറാതെ വണ്ണം അങ്ങ് ഞങ്ങളെ നടത്തുന്ന അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പറയും. കർത്താവെ, ഞങ്ങളിൽ ആരംഭിച്ച പ്രവൃത്തികളെയെല്ലാം അങ്ങ് പൂർത്തീകരിക്കുന്ന കർത്താവെ പൂർത്തീകരിക്കുന്ന ദൈവമാകിയാൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞു. ഞങ്ങൾ അങ്ങേക്ക് ശരണം പ്രാപിക്കും. അങ്ങേ ശരണം പ്രാപിക്കുന്ന ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഞങ്ങൾ ഈ നിമിഷം മുതൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഇനിയുള്ള സമയങ്ങളിൽ ഞങ്ങൾ അനുഗ്രഹത്തോടെ ഇരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആമേൻ. ഈ വചനത്തെ നിങ്ങൾ പ്രഖ്യാപിക്കണേ, കൺഫസ് ചെയ്യണം കേട്ടോ. ഞാൻ വഴിയിൽ വെച്ച് നശിക്കത്തില്ല. ആമേൻ. സ്തോത്രം. ഞാൻ വഴിയിൽ വെച്ച് നശിക്കത്തില്ല. ഞാൻ പുത്രനെ ചുംബിക്കുന്നു. ഞാൻ യേശുവിനെ ചുംബിക്കുന്നത് കൊണ്ട് വഴിയിൽ വെച്ച് നശിക്കത്തില്ല. കർത്താവേ, ഞങ്ങൾ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ ജനം പോകുന്നിടത്തെല്ലാം സക്സസ് ആകട്ടെ. ഇന്നത്തെ യാത്രയിൽ കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. എല്ലാ അപകടങ്ങളെയും അനർത്ഥങ്ങളെയും മാറ്റുന്നു.
സ്തോത്രം. നിന്റെ ഗമനത്തെയും ആഗമനത്തെയും സ്ഥിരപ്പെടുത്തുമെന്ന് പറഞ്ഞ കർത്താവ് ഈ മക്കളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഈ വചനത്തെ കൺഫസ് ചെയ്യുക. ഞാൻ നശിക്കത്തില്ല, ഞാൻ അവനെ ചുംബിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശലോം.